താലിബാൻ ഭരണത്തിൽ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നിട്ട് കേവലം വർഷങ്ങൾ മാത്രമാണ്. അവർ പൂർണ്ണമായും അധികാരം പിടിച്ചെടുത്തിട്ട് അവിടെ അവരൊരു സർക്കാർ രൂപീകരിക്കുന്നു. ഇന്ത്യയുമായും താലിബാൻ അത്യാവശ്യം നല്ല ബന്ധം പുലർത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ യൂണിസെഫിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം താലിബാൻ അധികാരത്തിൽ എത്തിയ ശേഷം ഈ 5 വർഷം പിന്നിടുമ്പോൾ രാജ്യത്ത് 24 ലക്ഷത്തോളം പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശം അടിയന്തരമായി പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം UN അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താലിബാനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലുകൾ നടത്തുകയാണ്. സ്ത്രീകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു താലിബാനിൽ. സ്ത്രീകൾ ഭൂരിഭാഗം പേരും മാസത്തിൽ 1-2 തവണ മാത്രമാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നും UN വിമൻ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. അത്രത്തോളം വലിയ നിയന്ത്രണമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് താലിബാനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ട് 100-ലധികം ഉത്തരവുകൾ ഇതിനകം തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവുകളിലൊക്കെ പറയുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, പുറത്തിറങ്ങിയാൽ എങ്ങനെ അവർ ആളുകളെ അഭിമുഖീകരിക്കണം, ദീർഘദൂര യാത്രകളിലുള്ള കാര്യങ്ങൾ, ഒപ്പം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, ജോലിപരമായ കാര്യങ്ങളിലൊക്കെ കടുത്ത നിയന്ത്രണമാണ് താലിബാൻ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് യുനെസ്കോ ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇത്തരമൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതായത് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെടുന്ന, അതായത് ഉത്തരവ് പ്രകാരം തന്നെ സർക്കാർ തന്നെ നിഷേധിക്കുന്ന ഏക രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി യുനെസ്കോ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 5 വർഷമായി നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഗൗരവമേറിയ കാര്യമാണ് എന്ന് യുനെസ്കോ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന് ഓരോരുത്തരുടെയും മൗലിക അവകാശമാണെന്നും അഫ്ഗാനിസ്ഥാനിൽ അത് പുനഃസ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ്. യുനെസ്കോ വിദ്യാഭ്യാസത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല എന്നും യുനെസ്കോ ഇവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, ഈ സ്ത്രീകൾക്ക് നേരെ ചുമത്തുന്ന നിയന്ത്രണങ്ങൾ പ്രധാനമായും ഇവരുടെ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ UN ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. 10-ൽ 7 സ്ത്രീകളുടെയും മാനസികാരോഗ്യം മോശം അല്ലെങ്കിൽ വളരെ മോശം വിഭാഗത്തിലാണ്. 7% വനിതകൾ മാത്രമാണ് ജോലി ചെയ്യുന്നവർ. 93% വനിതകൾക്കും ജോലി ചെയ്യാൻ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതിനുള്ള അവസരമുണ്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ആ രാജ്യത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വർഷം നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ വിവാഹത്തിന് മേൽ പുരുഷന്മാർക്കുള്ള അധികാരം വല്ലാതെ ശക്തിപ്പെടുത്തുന്ന ഒന്നായി മാറിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സ്ത്രീകൾക്ക് വിവാഹമോചനം നേടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്തുവെന്നും ഏജൻസി പറയുന്നു. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 2190 പേരിൽ നടത്തിയ സർവേയുടെയും 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2811 പേരിൽ നടത്തിയ ടെലിഫോൺ സർവേയുടെയും അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ട് കാലമായി വിദ്യാഭ്യാസ രംഗത്ത് അഫ്ഗാൻ കൈവരിച്ച ചില പുരോഗതികളുണ്ടായിരുന്നു. അതായത് 2001 സ്കൂൾ വിദ്യാഭ്യാസം വളരെ പരിമിതമായിരുന്നുവെങ്കിൽ 2021 ആയപ്പോഴേക്കും 1 ദശലക്ഷം പേർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ചേരുന്ന ഒരു പശ്ചാത്തലം താലിബാനിൽ ഒരുങ്ങുന്നു. പക്ഷേ 2021 ഓഗസ്റ്റ് 15 അധികാരം താലിബാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങൾ, പഴയ ഒരു പ്രിമിറ്റീവ് കാലഘട്ടത്തിലേക്ക് താലിബാൻ മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. 12 വയസ്സിന് മുകളിലുള്ളവർക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും നിരോധിക്കുന്നു. അതുമാത്രമല്ല, NGOകൾ, UN ഏജൻസികൾ, സർക്കാർ ഓഫീസുകൾ, ബ്യൂട്ടി പാർലറുകൾ തുടങ്ങിയിടങ്ങളിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നതിൽ പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ബന്ധുവിനൊപ്പം മാത്രമേ ദീർഘദൂര യാത്രകൾ അനുവദിക്കൂ. പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ കണ്ണുകൾ ഒഴികെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ബുർഖയോ നിഖാബോ നിർബന്ധമാക്കുകയാണ്. പാർക്കുകളിലും ജിമ്മുകളിലും സ്പോർട്സ് ക്ലബ്ബുകളിലും ഈ വനിതകൾക്ക് പ്രവേശനമില്ല എന്നിങ്ങനെ പ്രിമിറ്റീവായ വളരെ കാടത്തമുള്ള നിരവധി നിയമങ്ങളാണ് താലിബാൻ നടപ്പിലാക്കിയത്. ലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിന് ഔദ്യോഗികമായി വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ 2021 ഓഗസ്റ്റ് 15 US നാറ്റോ സേനകളുടെ പിന്മാറ്റത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചെടുക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇത്ര വലിയ നീതി നിഷേധം സ്ത്രീകൾക്കെതിരെ താലിബാൻ നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മതപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താലിബാൻ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നത്. അതിനോട് പ്രതികരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനുള്ള കടുത്ത ശിക്ഷ താലിബാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിശബ്ദമായി താലിബാൻ ഭരണത്തിലെ ക്രൂരതകൾ അനുഭവിച്ചു വരികയാണ് അഫ്ഗാനിലെ സ്ത്രീകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.